പറഞ്ഞതുപോലെ എൻ്റെ പേര് ജെസ്സി, ജീവിത പങ്കാളി ജോയൽ. ഞങ്ങൾക്ക് 2 മക്കൾ, തോമസ്, ജോഷ്വ. ചെവിയില്ലാത്തത് കൊണ്ട് കേൾവിയില്ല, കേൾവിയില്ലാത്തത് കൊണ്ട് സംസാരമില്ല, ഇത് രണ്ടുമില്ലാത്തത് കൊണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി. എല്ലാം തലകീഴ് മറിയുന്ന അനുഭവം. വിശ്വാസം ശരിക്കും പരീക്ഷിക്കപ്പെട്ട സമയം. സാവധാനം. പരിശുദ്ധ അമ്മ കരം പിടിക്കുന്ന ഒരു അനുഭവമുണ്ടായി. ഒരു മുള്ളാകാതിരിക്കാനാണ് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ അനുവദിച്ചതെന്ന്. പ്രൈസ് ദ ലോർഡ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആദ്യമായി തന്നെ ഇതുപോലൊരു ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചതിനായിട്ട് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പറഞ്ഞതുപോലെ എൻ്റെ പേര് ജെസ്സി, ജീവിത പങ്കാളി ജോയൽ. ഞങ്ങൾക്ക് 2 മക്കൾ, തോമസ്, ജോഷ്വ. ഞങ്ങൾ കുടുംബസമേതം ലണ്ടനിലെ ലൂട്ടൺ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 32 വർഷമായി. വിവാഹത്തിന് മുൻപ് തന്നെ ഞങ്ങൾ 2 പേരും നവീകരണത്തിൽ വന്നവരായിരുന്നു. വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ കുഞ്ഞിനെ കൺസീവ് ചെയ്തത്. ആ കുഞ്ഞ് 5-ാം മാസം വയറ്റിൽ കിടന്ന് മരിച്ചുപോയി. അതൊരു പെൺകുട്ടിയായിരുന്നു. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടു. വീണ്ടും 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൺസീവ് ചെയ്തു. ആ 9 മാസവും ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ആ സമയങ്ങളിലെല്ലാം 3 നേരം വയറ്റിൽ കൈവച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ എൻ്റെ ജീവിത പങ്കാളി എല്ലാ ദിവസവും കുർബാനയിൽ സംബന്ധിക്കുകയും ആ കുഞ്ഞിനെ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. തന്നെയുമല്ല, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഈശോയെ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും നിന്റെ വചനത്തിൻ്റെ സൗന്ദര്യവുമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. വചനത്തിന് സൗന്ദര്യമുണ്ടോ? യെശയ്യാ 53:2 പറയുന്നു, ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. 2000 ഫെബ്രുവരി 15 കുഞ്ഞ് ജനിച്ചു. കുഞ്ഞുണ്ടായപ്പോൾ 2 ചെവിയില്ല, ചുണ്ടില്ല, അണ്ണാക്കില്ല. 1 മണിക്കൂർ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പെട്ടെന്ന് അവന് വീട്ടുമാമോദീസ നൽകി, രോഗിലേപനവും നൽകി. അവന് എറണാകുളത്തുള്ള PVS ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ പോത്താനിക്കാട് ഹോസ്പിറ്റലിലാണ് ഉണ്ടായത്. ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഓപ്പറേഷൻ കഴിഞ്ഞ് റിക്കവറി റൂമിലായിരുന്ന എൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുവന്നു. ഒരു ടോർച്ച് അടിച്ച് പിടിച്ചാൽ എന്ന വിധം ഈ കുഞ്ഞിൻ്റെ ചെവിയും ചുണ്ടും ഞാൻ വ്യക്തമായി കണ്ടു. അപ്പോൾ ഞാനൊരു ദൈവ സ്വരം കേട്ടു. ഫിലിപ്പിയർ 1:29, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹവും അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്തെങ്കിലും അവന് കാര്യമായ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഫീഡിങ് ആയിരുന്നു വിഷയം. അങ്ങനെ അവന് 8-ാം മാസം അവൻ്റെ ചുണ്ടും 15-ാം മാസം അവൻ്റെ അണ്ണാക്കും ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെയിരിക്കെ 2001 ദൈവം അത്ഭുതകരമായി ഞങ്ങൾക്ക് UK വരുവാനുള്ള അവസരം ഒരുക്കി തന്നു. 2 മക്ബായർ 6:16 പറയുന്നു, അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവെടിയുന്നില്ല. അങ്ങനെ UK വന്നതിന് ശേഷം തോമസിൻ്റെ ചുണ്ടും അണ്ണാക്കും വീണ്ടും റിപ്പയർ ചെയ്തു. ചെവിയില്ലാത്തത് കൊണ്ട് കേൾവിയില്ല, കേൾവിയില്ലാത്തത് കൊണ്ട് സംസാരമില്ല, ഇത് രണ്ടുമില്ലാത്തത് കൊണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി. അങ്ങനെ ഇരിക്കെ 7 വയസ്സിൽ അവന് ബോൺ അറ്റാച്ച്ഡ് ഹിയറിംഗ് എയ്ഡ് പിടിപ്പിക്കുകയും അവൻ പതുക്കെ കേൾക്കാൻ ആരംഭിക്കുകയും ചെറിയ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 2005 ദൈവം ഞങ്ങൾക്ക് ദാനമായി മറ്റൊരു മകനെ നൽകി അനുഗ്രഹിച്ചു. ആ മകനാണ് ജോഷ്വ.
കുഞ്ഞുണ്ടായപ്പോൾ നല്ല മിടുമിടുക്കൻ. എല്ലാവരും പറഞ്ഞു ഒന്നിന്റെ കേട് ഒന്നിൽ തീർത്തു. 2 വയസ്സായി, കുഞ്ഞ് സംസാരിക്കുന്നില്ല, നേരെ നോക്കുന്നില്ല, നോ സോഷ്യലൈസേഷൻ, നോ കമ്മ്യൂണിക്കേഷൻ, നോ ഇൻട്രാക്ഷൻ. ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഈ കുഞ്ഞിന് ഓട്ടിസം ആണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഓട്ടിസത്തെക്കുറിച്ച് യാതൊരു അറിവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എല്ലാം തലകീഴ് മറിയുന്ന അനുഭവം. വിശ്വാസം ശരിക്കും പരീക്ഷിക്കപ്പെട്ട സമയം. വിലാപം 3:33 പറയുന്നു, അവിടുന്ന് മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ജെറമ്യാ 10:23, മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തൻ്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും. അങ്ങനെ ഈ ഡയഗ്നോസ് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പ്രഭാതത്തിൽ 3 മണിക്ക് എഴുന്നേറ്റ് 3 ജപമാലയും 20 വചനവും ചൊല്ലി പ്രാർത്ഥിച്ചു. വിലാപം 2:18 പറയുന്നു, സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകുകയും അരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. വാസ്തവത്തിൽ 3 മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാൽ 5 മണിയായാലും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോർന്നിരുന്നില്ല. പക്ഷെ അതൊരിക്കലും ഒരു നിരാശയുടെ കരച്ചിലായിരുന്നില്ല. അതൊരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ, ഒരു ആശ്രയ ബോധത്തിൻ്റെ, ഒരു നിസ്സഹായതയുടെ കരച്ചിൽ. 2 മക്കൾ, മെന്റൽ, ഫിസിക്കൽ, ലേണിംഗ് ഡിസബിലിറ്റി, ബിഹേവിയർ, കമ്മ്യൂണിക്കേഷൻ എന്ന് വേണ്ട എന്തെല്ലാം പേര് വിളിക്കാമോ അതെല്ലാമുള്ള ഈ 2 മക്കളെ രക്ഷിക്കുവാൻ ഈശോയെ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ കരച്ചിലായിരുന്നു. സാവധാനം പരിശുദ്ധ അമ്മ കരം പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അതിന് വേറൊരു കാരണവുമുണ്ട്. ഞങ്ങൾക്ക് മക്കളില്ലാതിരുന്ന സമയം ഞങ്ങൾ പല താമസിച്ചുള്ള ധ്യാനങ്ങൾക്കും പോകുമായിരുന്നു. അങ്ങനെ ഒരു ധ്യാനത്തിനിടയ്ക്ക് ഒരു കൗൺസിലിങ്ങിന് പോകാൻ ഇടയായി. കൗൺസിലിംഗ് നടത്തിയത് ഒരു ചേച്ചിയായിരുന്നു. ചേച്ചി ചോദിച്ചു, പേരെന്താണ്? ഞാൻ പറഞ്ഞു ജെസ്സി എന്നാണ്. ജെസ്സിയോട് മാതാവ് ഒരു ചോദ്യം ചോദിക്കുന്നു, സ്വീകരിക്കാമോ? മാതാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ പുത്രനെ വഹിച്ചുകൊണ്ട് നടന്ന യാത്രയുടെ സഹനത്തിൻ്റെ ഒരൽപ്പം പങ്ക് ജെസ്സിക്ക് എടുക്കാമോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എടുക്കാം. പിന്നീടുള്ള ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഇരിക്കെ 2008 ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ UK വന്നു. ആ സമയം 2 കുട്ടികളും നല്ല ഹൈപ്പർ ആക്റ്റീവാണ്. ഞങ്ങൾ ഓരോ കുട്ടിയെയും പിടിച്ചുകൊണ്ട് ഈ അച്ഛൻ്റെ അടുത്തിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് 2 വിശുദ്ധന്മാരെ ലഭിച്ചാൽ എന്നതുപോലെ അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുവിൻ. അച്ഛൻ തന്ന ആ ഉപദേശം ഇന്നും ഞങ്ങൾ അതുപടി അനുസരിക്കുന്നു. വാസ്തവത്തിൽ അച്ഛൻ്റെ ഉപദേശം അന്ന് വളരെ ആശ്വാസകരമായി തോന്നി. അങ്ങനെ ഇരിക്കെ 2009 ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛൻ UK വന്നു. അച്ഛൻ്റെ അടുത്തും ഞങ്ങൾ പോയി. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ വേദനിക്കുന്ന 1000-10,000-ങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സഹനങ്ങൾ അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. നിങ്ങളിങ്ങനെ സ്തുതിച്ച് പൊയ്ക്കൊള്ളുക. കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. എന്നിട്ട് പോകാൻ നേരം അച്ഛൻ തിരിഞ്ഞിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, യുവർ ടീയേഴ്സ് വിൽ ബി ടേൺഡ് ഇൻ ടു ജോയ്. നിന്റെ ദുഃഖം സന്തോഷകരമായി മാറും. പ്രൈസ് ദ ലോർഡ്. 2010 ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായലച്ചനും UK വന്നു. അച്ഛൻ്റെ അടുത്തും പ്രാർത്ഥിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി തന്നു. തോമസ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഡെഫ് യൂണിറ്റിൽ 1-to-1 സപ്പോർട്ട്. ജോഷുവ സ്പെഷ്യൽ സ്കൂളിൽ 1-to-1 സപ്പോർട്ട്. ഞങ്ങൾ വീട്ടിൽ ഡിവൈൻ ടെലിവിഷനും ഷാലോം ടെലിവിഷനും കാണുമായിരുന്നു. അതിൽ കൂടെയുള്ള പ്രസംഗങ്ങളെല്ലാം ഈശോ നേരിട്ട് സംസാരിക്കും പോലെയാണ് അന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ അനുദിനം ശക്തിപ്പെട്ടു. കൂടാതെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ അമ്മയുടെ പുണ്യസ്ഥലങ്ങളായ മെഡ്ജുഗോറിയയിലും ഫാത്തിമയിലും ലൂർദിലും ഗാഡലൂപ്പയിലും റോസാമിസ്റ്റിക്കായിലും ദ ലേഡി ഓഫ് കെബേഹു ഇൻ ആഫ്രിക്കയിലും ദ ലേഡി ഓഫ് പില്ലർ ഇൻ സ്പെയിൻ, ദ ലേഡി ഓഫ് നോക്ക് ഇൻ അയർലൻഡ്, ഇങ്ങനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ലോകം മുഴുവനുള്ള
സ്ഥലങ്ങളിൽ കൂടെ നിരവധി പ്രാവശ്യം ഈ മക്കളെയും കൊണ്ട് പോകുവാൻ അമ്മ വഴിയായി ഈശോ അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. എപ്പോഴെല്ലാം വൈദികർ UK വന്നാൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമായിരുന്നു തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ. കാരണം പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ മെഡ്ജുഗോറിയയിലായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു വിഷണറിയെ കാണുവാൻ ഇടയായി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഒരിക്കൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ല, മറിച്ച് ഞാൻ നിങ്ങൾക്കൊരു മദർലി ബ്ലെസ്സിങ് തരാം. നിങ്ങൾക്കൊരു അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ ഒരു വൈദികന്റെ അടുത്ത് പോകണം. ഒരു വൈദികൻ അനുഗ്രഹിക്കുന്നത് എൻ്റെ പുത്രൻ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു, ബലിയർപ്പിക്കുന്ന വൈദികന്റെ പിറകിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. 2 സാമുവേൽ 23 തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ദാവീദിന്റെ അന്ത്യവചസ്സുകൾ. ഒരു മനുഷ്യന്റെ അന്ത്യമൊഴി നമ്മുടെ കോടതിയാണേലും സ്വീകരിക്കും. കാരണം അന്ത്യമൊഴിയിൽ കള്ളം പറയുകയില്ലെന്നാണ് സാധാരണയുള്ള ഒരു വയ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ദാവീദിന്റെ അന്ത്യവചസ്സുകൾ. ആരാണ് ഈ ദാവീദ്? ദൈവം ഉയർത്തിയവൻ, യാക്കോബിന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ, ഇസ്രായേലിന്റെ മധുര ഗായകൻ, ആത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ചിരിക്കുന്നു. 2 സാമുവേൽ 23 ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെയാണ്. അതാരും കൈകൊണ്ടെടുക്കുകയില്ല. കമ്പിയോ കുന്തത്തിന്റെ പിടിയോ കൊണ്ടല്ലാതെ അതാരും തൊടുകയില്ല. അത് നിശേഷം ചുട്ടുകളയുന്നു. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, എറിഞ്ഞു കളഞ്ഞ് നശിപ്പിക്കേണ്ട ഒരു മുള്ളാകാതിരിക്കാനാണ് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ അനുവദിച്ചതെന്ന്. പ്രൈസ് ദ ലോർഡ്. തോമസ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നു. 6ലും 7ലും 8ലും ഒന്നും അറിയില്ല. അവന് സ്കൂൾ വിട്ടു വരുമ്പോൾ സമ്പൂർണ്ണ ബൈബിള് കൊടുക്കും. ഇംഗ്ലീഷില് ഒരു ചാപ്റ്റർ അവൻ എഴുതും. ആസ് എ റിസൾട്ട് സ്കൂൾ ഇയർ ഫിനിഷ് ആയപ്പോൾ അവന് ഔട്ട്സ്റ്റാൻഡിങ് ഇംപ്രൂവ്ഡ് സ്റ്റുഡന്റ് എന്ന അവാർഡ് മേടിച്ചാണ് അവൻ പാസ്സായത്. തോമസിന് 9 മേജർ ഓപ്പറേഷൻ കഴിഞ്ഞു. അവൻ്റെ 2 വാരിയലെടുത്ത് ചെവിയും അവൻ്റെ 2 തുടയലെടുത്ത് മോണയും അവന് ബോൺ അറ്റാച്ച്ഡ് ഹിയറിംഗ് എയ്ഡും പിടിപ്പിച്ചു. അങ്ങനെ ലണ്ടനിലെ 4 പ്രമുഖ ഹോസ്പിറ്റലുകളിൽ നിന്നായി 9 മേജർ ഓപ്പറേഷൻ. തോമസ് 5 വർഷവും പഠിച്ച് 5 വർഷം കോളേജിലും പഠിച്ച് ഇപ്പോൾ തോമസിന് 26 വയസ്സ് പ്രായം. UK ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഫാദർ ജോസഫ് എഡാട്ടിന്റെ കൂടെ പ്രേക്ഷിതനായിട്ട് നിൽക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കുഞ്ഞ് ലേണിംഗ് ഡിസബിലിറ്റി, ബിഹേവിയർ, കമ്മ്യൂണിക്കേഷൻ, ഹി വാസ് അണ്ടർ അവൻ സോഷ്യൽ സർവീസിന്റെ അണ്ടറിലായിരുന്നു. അവന് 1-to-1 സപ്പോർട്ട് കെയറർ, കളിക്കാൻ കെയറർ, പുറത്തു കൊണ്ടുപോകാൻ കെയറർ, ലഞ്ചിന്റെ സമയം കെയറർ, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ്. അവന് ഒരു ഹി ഹാസ് നോ സെൻസ് ഓഫ് ഡേഞ്ചർ. ഒരു അപകട കാര്യങ്ങളും അറിയാൻ വയ്യാതെ പെര എന്ന് നടന്ന ഒരു കുഞ്ഞിനെ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവനെ എങ്ങനെ മാറ്റി. അവൻ 2023 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ പോർച്ചുഗലിൽ നടന്ന 12 ദിവസത്തെ വേൾഡ് യൂത്ത് ഡേക്ക് ഞങ്ങൾ ആരുമില്ലാതെ അവൻ പോയി വന്നു. പ്രൈസ് ദ ലോർഡ്. ജെറമിയ 23:29 പറയുന്നു, അവിടുത്തെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂഠം പോലെയും അല്ലേ. പുറപ്പാട് 4:11 ദൈവമായ കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശേഷി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കുരുടനോ കാഴ്ചയുള്ളവനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്തെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. സങ്കീർത്തനം 107:20 അവിടുന്ന് തൻ്റെ വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിന്റെ കെണിയിൽ നിന്നും അവരെ വിട്ടുവിച്ചു. ലൂക്ക 6:19 എല്ലാവരും അവനെ ഒന്ന് തൊടുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവൻ സകലരെയും സുഖപ്പെടുത്തി. ജ്ഞാനം 16:12
മരുന്നോ ലേപനൌഷധമോ അല്ല. എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മത്തായി 8:17 അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ജെറമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. ജോഷുവയ്ക്ക് 7 വയസ്സ് പ്രായം. ജോഷുവ അന്ന് ഡൊമിനിക് വാളന്മനാലച്ചനെ കൊണ്ട് ജോഷുവയ്ക്ക് ഒരു ഡെലിവറൻസ് പ്രയർ നടത്തിയിരുന്നു. ജോഷുവ അന്ന് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഒരു ദിവസം ടീച്ചർ കമ്മ്യൂണിക്കേഷൻ ബുക്കിൽ ഇങ്ങനെ എഴുതി വിട്ടു, ഈ കുഞ്ഞ് ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നു, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചെഴുതിയെങ്കിൽ എഴുതിയ കടലാസ് ഒന്ന് തന്നുവിടാമോ? അങ്ങനെ ആ കുഞ്ഞിനെ കടലാസ് തന്നു വിട്ടു. കടലാസിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ അൽഫോൻസാമ എന്ന് മലയാളത്തില്. ഈ കുഞ്ഞ് 100% ഹൈപ്പറായിരുന്നു. ഞാൻ കയ്യിൽ വള്ളിയും കെട്ടിക്കൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ട് നടന്നിരുന്നത്. ഇതിനെ ഇംഗ്ലീഷും പഠിപ്പിച്ചിട്ടില്ല, മലയാളവും പഠിപ്പിച്ചിട്ടില്ല. അത്രമാത്രം ബിഹേവിയറൽ പ്രോബ്ലം ആയിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ എഴുത്തുകൂടി ഒരാഴ്ചക്കുള്ളിൽ ഈശോ തന്നെ അവനെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഈ കുഞ്ഞ് ജനിച്ചത് UK-യിലാണ്. ഇവന്റെ എല്ലാ സപ്പോർട്ട് വർക്കേഴ്സും ഇംഗ്ലീഷുകാരാണ്. അങ്ങനെ ഈശോ തന്നെ നേരിട്ട് മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. 9 വയസ്സില് ജോഷുവ മലയാളത്തിൽ ബൈബിൾ എഴുതാൻ തുടങ്ങി, വായിക്കാനായിട്ട് തുടങ്ങി. സ്കൂള് വിട്ടു വന്നാൽ ബൈബിൾ വായിക്കുക, അത് ഒരു ബുക്കിലേക്ക് എഴുതുക, വചനം. അങ്ങനെ ജോഷുവ 28 ബുക്ക് വചനം എഴുതി. അവൻ ഉറങ്ങാൻ നേരം ഓഡിയോ ബൈബിൾ കേൾക്കും. അവൻ എവിടെ പോയാലും അവൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കും, അത് വായിച്ചു കൊണ്ടിരിക്കും. ആസ് എ റിസൾട്ട് വചനം നിറഞ്ഞതനുസരിച്ച് ജോഷുവയുടെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയുകയും ജോഷുവയെ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും നോർമൽ സ്കൂളിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ജോഷുവയ്ക്ക് 11 വയസ്സ് പ്രായം. ഒരു വൈകുന്നേരം ഞാൻ അവനെ അല്പം ഇംഗ്ലീഷ് സ്പെല്ലിങ് പഠിപ്പിക്കാമെന്ന് കരുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ബുക്ക് മാറ്റി വെച്ചിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, മർക്കോസ് 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ആദ്യമായിട്ടാണ് ഒരു വചനം ഇങ്ങനെ മലയാളത്തിൽ പറയുന്നത്. എനിക്ക് വലിയ അത്ഭുതമായി അന്ന്. ആദ്യം 11ാമത്തെ വയസ്സിൽ. പിറ്റേ ദിവസം അവൻ സ്കൂളിലായിരുന്നു. അപ്പോൾ കൈകൊണ്ട് അല്പം ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നു. അപ്പോൾ ടീച്ചർമാരും കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി പോകുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അല്പം ബുദ്ധിമുട്ട് തോന്നി. പെട്ടെന്ന് ഈ കുഞ്ഞ് മുഖത്ത് നോക്കി പറഞ്ഞു, ഫിലിപ്പിയർ 4:6 നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ സപ്പോർട്ട് വർക്കർ വന്നു. അവൻ പോവുകയും ചെയ്തു. വേറൊരവസരത്തിൽ അവൻ ഒരു റെസിഡൻഷ്യൽ ട്രിപ്പിന് പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ജോഷുവ ഹൗ വാസ് യുവർ ട്രിപ്പ്? അവൻ പറഞ്ഞു, ഹോസിയ 14:8 നിനക്കുത്തരം അരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. ജോഷുവ വാ തുറക്കുന്നത് മലയാളത്തിൽ വചനം പറയാൻ മാത്രമാണ്. അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ എല്ലാം 1-2 വാക്കിൽ അത് ഇംഗ്ലീഷിലാണ്. അങ്ങനെ ജോഷുവ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ വചനത്തിന്റെ കവാടം ജോഷുവയ്ക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ. ഈ കാര്യം മാത്യു നായ്ക്കമ്പറമ്പിലച്ഛനോടാണ് പറഞ്ഞത്. കാരണം അന്ന് അച്ഛൻ UK-യിൽ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, അത് ഈശോ നമുക്കായി തരുന്ന സന്ദേശങ്ങളാണ്. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അവസരങ്ങളിലും ജോഷുവ വചനത്തിലൂടെ ഞങ്ങൾക്ക് മറുപടി തന്നിരുന്നു. ജോഷുവ 3 വർഷം കോളേജിലും പഠിച്ച്. ജോഷുവയ്ക്ക് ഇന്ന് 21 വയസ്സ് പ്രായം. ഹീസ് എ ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. ജോഷുവയുടെ സ്വഭാവ വൈകൃതം പറഞ്ഞാൽ വളരെ അധികമായിരുന്നു. ഒരു നിമിഷം പോലും ഞങ്ങളുടെ ഫ്രണ്ട് ഡോർ ഞങ്ങൾക്ക് തുറന്നിടാൻ പറ്റില്ല. ഒരു ദിവസം എങ്ങനെയോ ഞങ്ങളുടെ നെക്സ്റ്റ് ഡോർ നെയ്ബർ ഒരു ഇംഗ്ലീഷുകാരിയാണ്, ഈ കുഞ്ഞ് നിങ്ങളുടേതല്ലേന്ന് ചോദിച്ച് മെയിൻ റോട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ ജോഷുവയിൽ അത്രമാത്രം സ്വഭാവ വൈകൃതങ്ങളായിരുന്നു. വീണ്ടും ഈ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവനെ പരിപൂർണമായിട്ട് മാറ്റി. യെശയ്യാ 54:13 പറയുന്നു, കർത്താവിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ജ്ഞാനം 10:21
മൂകരുടെ വാതുറക്കുകയും ശിശുക്കളുടെ നാവുകൾക്ക് സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ് നൽകുകയും ചെയ്തു. യോഹന്നാൻ 7:15. യഹൂദന്മാർ വിസ്മയത്തോടെ ചോദിച്ചു, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഈ അറിവ് എവിടെ നിന്ന്? ഇപ്പോഴും മലയാളം എഴുതുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ല. ജീവിക്കുന്നവനായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. അതുകൊണ്ടാണ് ജോഷുവ 1:8 പറയുന്നത്, ദിസ് ബുക്ക് ഓഫ് ദ ലോ ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഔട്ട് ഓഫ് യുവർ മൗത്ത്, ആൻഡ് യു ഷാൽ മെഡിറ്റേറ്റ് ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്, ആൻഡ് യു വിൽ ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ്. ഈ ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ വിജയം വരിക്കാൻ ദൈവവചനത്തിന്റെ ശക്തി മാത്രമേ നമുക്കുള്ളൂ. ഈ ദൈവവചനം നമ്മൾ കൂടുതൽ 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 പഠിച്ച് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഈ വചനം നമ്മളെ അത്ഭുതകരമായി നയിക്കുകയും നടത്തുകയും നമുക്ക് വിജയം നൽകുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തില് നാം ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും സഹനം ഉറപ്പാണ്. ഈ സഹനത്തെ എങ്ങനെയാണ് നമ്മൾ രക്ഷാകരമാക്കുന്നത്? ഈ സഹനത്തെ ത്യാഗമാക്കി മാറ്റുമ്പോഴാണ് അത് രക്ഷാകരമാകുന്നത്. നാം എന്തുമാത്രം സഹിച്ചു എന്നുള്ളതല്ല, നാം എങ്ങനെ സഹിച്ചു എന്നുള്ളതാണ് പരമപ്രധാനം. മത്തായിയുടെ സുവിശേഷം 16:24 യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. മത്തായി 10:38, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഈ ക്രൂശിതനെ നോക്കിക്കൊണ്ടാണ് നാം എല്ലാവരും യാത്ര ചെയ്യുന്നത്. ഈ ക്രൂശിതൻ നമുക്ക് മഹത്തായ മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട്. ഹെബ്രായർ 12:2 പറയുന്നു, അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവെക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവിക സിംഹാസനത്തിന്റെ വലതു ഭാഗത്തേക്ക് അവരോധിക്കപ്പെട്ടു. ഹെബ്രായർ 5:8 പറയുന്നു, പുത്രനായിരുന്നിട്ടും സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞു, സഹനം ഒരു അക്ഷയനിധിയാണ്. ഇത് തന്നെയാണ് മത്തായി 13:44 ഈശോ പറഞ്ഞു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. എപ്പോഴും സന്തോഷവും സുഖപ്രദവുമായ ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വി ആർ ലൂസിങ് ദ ഫീൽഡ് ഇൻ വിച്ച് ദ ട്രഷർ ഈസ് ഹിഡൻ. നിധിയിരിക്കുന്ന വയലാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. ബൈബിളിലെ ഒരു സഹനദാസനാണ് ജോബ്. ജോബിന്റെ സഹനത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ജോബിന്റെ സഹനത്തിൽ ജോബിനെ ആശ്വസിപ്പിക്കാനായി 3 സ്നേഹിതന്മാർ എത്തുന്നുണ്ട്. അവർ 7 ദിവസം മൗനമായിട്ട് ഇരിക്കുന്നുണ്ട്. അവർ വായ് തുറന്നുമ്പോൾ ജോബിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപക്ഷെ ആശ്വസിപ്പിക്കാനായി കടന്നു വരുന്നവരൊക്കെ ചിലപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ദുഃഖിപ്പിക്കുന്നവരാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും നവീകരണത്തിൽ വന്ന് വിവാഹിതരായതുകൊണ്ട് ഈ മക്കളുണ്ടായപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, കണ്ടില്ലേ 2 പ്രാർത്ഥനക്കാരുടെ മക്കളെന്ന്. ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 15:18, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ അതിനു മുൻപേ എന്നെ ദ്വേഷിച്ചെന്നുള്ള നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം സ്വന്തമായി ഇതിനെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ ലോകത്തിൻ്റെത് അല്ലാത്തത് കൊണ്ടും ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ടും ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ജോബിന്റെ അവസാന ഭാഗം അധ്യായം എത്തുമ്പോൾ 42:5 ജോബ് പറയുന്നു, ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ ദൈവത്തെ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനത്തിലൂടെ നാം ദൈവത്തെ കാണുന്നു. പിതാവിനാൽ നടാത്ത ചെടികൾ സഹനത്തിലൂടെ പിഴുതു മാറ്റപ്പെടുന്നു. അതെന്തിനാണെന്ന് ജെറമ്യ 9:7 പറയുന്നു, ഞാൻ അവരെ ചൂളയിൽ ഉരുക്കി ശുദ്ധീകരിക്കും. എന്റെ ജനത്തോട് മറ്റെന്താണ് ഞാൻ ചെയ്യുക? യെശയ്യാ 1:25 പറയുന്നു,
ചൂളയിൽ എന്ന പോലെ ഞാൻ ഉരുക്കി ശോധന ചെയ്തു. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളഞ്ഞു. എന്താണ് ഈ വിലകെട്ട ലോഹം? സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ, കോപത്തിന്റെ, വെറുപ്പിന്റെ, എടുത്തുചാട്ടത്തിന്റെ, പിതാവിനാൽ നടാത്ത ചെടികൾ ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് പിഴുതു മാറ്റപ്പെടുന്നു. അങ്ങനെ നമ്മളിൽ കൂടുതൽ സ്നേഹവും ക്ഷമയും നമ്മെ കൂടുതൽ എളിമയുമുള്ളവരാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് യെശയ്യാ 48:10 പറഞ്ഞു, ഞാൻ അവരെ ശുദ്ധീകരിച്ചു. അതെ, വെള്ളി പോലെയുള്ള കഷ്ടതയുടെ ചൂളയിൽ ഞാൻ അവരെ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി. പ്രഭാഷകൻ 33:12 പറയുന്നു, അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു. ആരാണ് ഈ വേറെ ചിലർ? ഇവരാണ് സഹനത്തിൽ കൂടെ കടന്നു പോകുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സഹനത്തിൽ കൂടെ കടന്നു പോകുന്നത് അത്ര സുഖകരമായ അവസ്ഥയല്ല. എങ്കിലും ഹെബ്രായർ 12:11 പറയുന്നു, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തത്കാലത്തേക്ക് തോന്നാം, പക്ഷേ കാലാന്തരത്തിൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് നീതിയുടെ സമാധാനപൂർവമായ ഫലം പുറപ്പെടുവിക്കും. ഹെബ്രായർ 12:10 പറയുന്നു, ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായിലൂടെ എഴുതി വെപ്പിച്ചു, 1 തെസ്സലോനിക്ക 4:3, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നാം ആരും നമ്മെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറില്ല. 1 തിമോത്തി 2:4 പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം ഗ്രഹിക്കണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം ഗ്രഹിക്കണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യം നടക്കാതെ വരുമ്പോൾ നമുക്ക് ദുഃഖമായി, നമുക്ക് നിരാശയായി, നമുക്ക് ഉത്കണ്ഠയായി. എന്നാൽ വിശുദ്ധീകരണത്തിന്റെ ആദ്യ പടി നാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റോമ 6:22 പറയുന്നു, നാം പാപത്തിൽ നിന്ന് മോചിതരായി ക്രിസ്തുവിന് അടിമകളായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. ഹെബ്രായർ 2:10 പറയുന്നു, ആ രക്ഷയുടെ കർത്താവിനെ സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ വിശുദ്ധീകരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തെ കെട്ടുറപ്പിക്കും. നമ്മുടെ വിശ്വാസത്തെ കെട്ടുറപ്പിക്കും. അതുകൊണ്ടാണ് 1 പത്രോസ് 4:12 പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിനൊരു പരിശോധനയുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചു പോകാൻ എളുപ്പമാണ്. എന്നാൽ ഈ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ, അതുകൊണ്ടാണ് പ്രഭാഷകൻ 4:17 പറയുന്നു, ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തൻ്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കും. 1 പത്രോസ് 1:7 പറയുന്നു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. യാക്കോബ് 1:3 പറയുന്നു, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കും. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ എല്ലാം തികഞ്ഞവരും പൂർണ്ണരും ഒന്നിനും കുറവില്ലാത്തവരായിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വിശ്വാസത്തിൽ കെട്ടുറപ്പിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നത് ക്രിസ്തുവിന്റെ സാക്ഷികളാക്കിയാണ്. ഞങ്ങൾ ഈ മക്കളുടെ ലേണിംഗ് ഡിസബിലിറ്റി പോകാനും അവർ വർത്താനം പറയാനും അവർ നന്നായി ബിഹേവിയർ നന്നാകുവാനുമാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. എന്നാൽ ഞങ്ങളെ ദൈവം കൊണ്ടെത്തിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ടാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:1 പറഞ്ഞു, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. 2 പത്രോസ് 1:16 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയെയും അവന്റെ പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ
അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല, അവന്റെ ശക്തി പ്രഭാവത്തിന്റെ സാക്ഷികളായതുകൊണ്ടാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന പിതാവായ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചപ്പോൾ ഞങ്ങൾ അവനോടൊപ്പം ആ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളത് കണ്ടതാണ്, ഞങ്ങളത് കേട്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ 2 മക്കൾ തെരാ പെര എന്ന് വായിക്കട വെള്ളം ഒലിപ്പിച്ച് കയ്യേല് വള്ളിയും കെട്ടി നടന്ന സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവരെ എങ്ങനെ മാറ്റി. റോമ 4:18 പറയുന്നു, താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന്. പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ലാതിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമാണെന്ന് അറിഞ്ഞിട്ടും സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ അവൻ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരായി ചിന്തിച്ചില്ല. മറിച്ച് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വാഗ്ദാനത്തിൽ ശക്തി പ്രാപിച്ചു, വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. കാരണം വാഗ്ദാനം നിറവേറ്റാൻ കഴിയുമെന്ന്, ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. വിശ്വാസത്താൽ സഹനം ഒഴിവാക്കപ്പെടുകയല്ല, വിശ്വാസത്താൽ സഹിക്കാനുള്ള ശക്തി ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ 10 വർഷം വീടിനകത്തിരുന്നു, ഈ മക്കളുടെ സ്വഭാവ വൈകൃതവും എല്ലാം കൊണ്ടും. പക്ഷെ ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം, ദൈവത്തിന്റെ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ അവിടുന്ന് ഞങ്ങളെ പുറത്തെടുത്തു. 5 വൻകരയുൾപ്പെടെ 25 രാജ്യത്ത് നിരവധി പ്രാവശ്യം പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, ഈ മക്കൾ ഏകദേശം ഒന്ന് സെറ്റിലായപ്പോൾ എനിക്ക് വളരെയധികം രോഗം പിടിപെട്ടു. എൻ്റെ കണ്ണിന് ഐറൈറ്റിസ്, കാലിന് പ്ലാന്റർ ഫെസൈറ്റിസ്, വയറിന് അൾസർ, ഹാർട്ടിന് പാൽപിറ്റേഷൻ, ലങ്സിന് ബ്രോങ്ക എന്ന് വേണ്ട എൻ്റെ ശരീരത്തിൻ്റെ ഹെഡ് ഫുട്ട് എന്ന് പറയും പോലെ രോഗത്താൽ. പക്ഷേ സങ്കീർത്തനം 107:20 വചനത്തിന്റെ ശക്തി, അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിന്റെ കെണിയിൽ നിന്നും വിടുവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർണ്ണ ആരോഗ്യത്തോടെ സ്വർഗത്തിലെ അപ്പന്റെ സാക്ഷി വഹിക്കുവാൻ അവിടുന്ന് ദൈവം അനുവദിക്കുന്നു. 2023 ഒറ്റ വർഷത്തിൽ 5 വൻകര ഉൾപ്പെടെ 18 രാജ്യം പോകുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തി തന്ന് അനുഗ്രഹിച്ചു. 2 കൊറിന്തോസ് 4:8 പറയുന്നു, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല, ഞങ്ങൾ വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. കാരണം 2 കൊറിന്തോസ് 5:7, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം? ഇത് ദൈവത്തിന്റെ ഹിതമാണ്, ഇതെന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവം അറിയാതെയല്ല എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്. ഹെബ്രായർ 10:36 പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കുവാൻ സഹനശക്തി ആവശ്യമായിരിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിഷയം സഹനമല്ല, നമുക്ക് സഹിക്കാനുള്ള ശക്തിയില്ല. ഈ ശക്തി നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്ക 24:49, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ലൂക്ക 9:1, അവൻ 12 പേരെയും വിളിച്ച് ശക്തിയും അധികാരവും കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പാപങ്ങൾ കൊണ്ട്, നമ്മുടെ അജ്ഞതയുടെ കാലഘട്ടങ്ങൾ, നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ കൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് മങ്ങിക്കിടക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. കാരണം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കാൻ കൂടുതലായിട്ട് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ പറഞ്ഞു, മത്തായി
മത്തായി 3:2 നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. വഴിയായി വന്ന ഈശോ പറഞ്ഞു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. വഴിയെ പോയ ശിഷ്യന്മാരെ അപ്പസ്തോല പ്രവർത്തനം 2:38 പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. നമ്മുടെ ജീവിതത്തിന്റെ സകല വിജയങ്ങൾക്കും ആവശ്യം നമുക്ക് എന്താണ്? ഒരു അനുതാപം, ഒരു മാനസാന്തരം, ഒരു പശ്ചാത്താപം. ധ്യാനങ്ങളില്ലാഞ്ഞിട്ടാണോ? കൺവെൻഷനുകളില്ലാഞ്ഞിട്ടാണോ? കേരളത്തിൽ സുവിശേഷം പ്രസംഗിക്കാത്തത് കൊണ്ടാണോ നമ്മൾക്ക് എന്തേ ഒരു മാറ്റം വരാത്തത്? സമാധാന പ്രഭു കുടുംബത്തിലേക്ക് വന്നിട്ട് കുടുംബത്തിൽ സമാധാനമില്ല. തീക്കട്ടയായ ഒരു ഈശോയെ നാവിൽ സ്വീകരിച്ചിട്ട് നാവിനൊരു പൊള്ളലുമില്ല. തിരുവിതാവ് കുത്തിത്തുളർന്ന് രക്തവും വെള്ളവും ഒഴുകിയിട്ട് നമ്മുടെ ദാമ്പത്യത്തിൽ ഒരു നനവില്ല, നമ്മുടെ മക്കൾക്കൊരു നനവില്ല. എന്തു പറ്റി നമുക്ക്? എന്താണ് നമ്മുടെ പറയേണ്ടത്? ഈശോയെ ഇരുത്തേണ്ട ചങ്കിൽ മറ്റു പലതിനെയും കയറ്റി വെച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന 1-ാം കൽപ്പന തന്നെ നമ്മളിതാ തെറ്റിച്ചിരിക്കുന്നു. അങ്ങനെ ചെളി പിടിച്ചിരിക്കുന്ന ഒരു ചങ്കിൽ ഈശോ വന്നിരിക്കുകയില്ല. കരുണ തൊട്ട ഒരു തോമാസ് ലീഹ നമ്മുടെ കേരളത്തിൽ വന്നു. ഇത് കരുണ തരുന്നവനെ ഭക്ഷിച്ചിട്ട് നമുക്കൊരു മാറ്റവുമില്ല. അവിടുന്ന് ദൈവത്വം ഉപേക്ഷിച്ച് മനുഷ്യനായതും മനുഷ്യത്വത്തിൽ മരിച്ച അപ്പമായതും അവൻ നമ്മോട് കൂടെ ആയിരിക്കാനല്ലേ. ഈശോ ചോദിക്കുന്നു, ഞാൻ ജീവൻ തന്നു, ജീവിതം തന്നു, ഞാൻ നിന്റെ ശരീരം തന്നു, ആരെനിക്കായി പോകും? നമ്മുടെ ഈ ചോദ്യം ഇതുവരെ തീർന്നിട്ടില്ല. തായോ തായോ തായോ. പ്രിയപ്പെട്ട എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വിളക്കന്നൂർ ഈശോ പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ തിരുമുഖം തെളിഞ്ഞത് ഉണ്ണീശോയുടെ മുഖവുമല്ല, ഉത്ഥിതന്റെ മുഖവുമല്ല, ക്രൂശിതന്റെ മുഖമാണ്. ഈ ക്രൂശിതൻ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, ആരെനിക്കായി പോകും? ആരെനിക്കായി പോകും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് പരിശുദ്ധ അമ്മ, ഈ ദൈവ കരുണയുടെ മാതാവ്, നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്ന. മക്കളെ വായോ, ചെളി പിടിച്ചിരിക്കുന്ന നിങ്ങളെ ഞാനൊന്ന് കുളിപ്പിച്ച് കയറ്റാം. ഒരമ്മ കുഞ്ഞിനെ കുളിപ്പിച്ചാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആ കുഞ്ഞ് നല്ല വൃത്തിയുള്ളതായിരിക്കും. അല്ലെങ്കിൽ കുഞ്ഞ് കുളിച്ചേച്ച് വന്നാൽ പറയും, ആ വയറിൽ സോപ്പ് തേച്ചിട്ടൊക്കെ മടക്കില് ചെളി വെച്ചിട്ട് അമ്മമ്മി കുളിച്ചെന്ന്. ഈ അമ്മയുടെ അടുത്തേക്കാണ്. അമ്മ പറയും, വായോ, ഏതൊരു പാപിയും പ്രാശ്ചിത്തത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിഹാരത്തിലൂടെയും വന്നാൽ ഈ അമ്മ നിങ്ങളെ സഹായിക്കാം. ഇപ്പോൾ ഇത് കരുണയുടെ അവസാന മണിക്കൂറാണ്. എന്നാൽ എൻ്റെ പുത്രൻ നീതി വിധിയാളനായി വരുമ്പോൾ ഈ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ അമ്മ നമ്മളെ ഈശോയിലേക്ക് വളർത്താൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്ന് പരിശുദ്ധി അമ്മേ, ഈ ദൈവ കരുണ ലഭിക്കാൻ എന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഈ പാപമൊന്ന് കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? ഈശോ എൻ്റെ ചങ്കിൽ വസിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? എന്നെ ഒന്ന് ഒരുക്കാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് നമ്മൾക്കിപ്പോൾ പറ്റിയിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങള് ദൈവത്തിൽ ആശ്രയിക്കാതെ അവരെ വളർത്തി ഇപ്പോൾ 15, 18, 20 വയസ്സാവുമ്പോൾ അവർ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പറയും, വായിക്ക്, ബൈബിൾ ചൊല്ല്, കൊന്ത നൊവേന ചൊല്ല്. നടക്കില്ല കേട്ടോ, നടക്കില്ല. നമ്മുടെ മക്കൾ ഇത് പറയണം ഈശോയോട്, എൻ്റെ ഈശോയെ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അമ്മമാര്, ഇന്ന് മാതൃദിനമാണ്, ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ അമ്മമാർക്കും സങ്കടമാണ്. എന്താണ് സങ്കടത്തിന്റെ കാരണം? ഇതാണ് ഈശോയിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു കുഞ്ഞിനെ നമ്മൾ ദേവാലയത്തിൽ കൊണ്ടുചെല്ലുമ്പോൾ എന്ത് പറയും? ഈശോ അപ്പ വാവു വരുത്തല്ലേ, പപ്പനെയും മമ്മീനെയും കാത്തുകൊള്ളണേ, പഠിക്കാൻ ബുദ്ധി തന്നെ. അപ്പൊ ഈശോപ്പയെ വേണ്ടേ? ഈശോയെ കൊടുത്താൽ ബാക്കി എല്ലാം കിട്ടത്തില്ലേ? നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിന് ഈ ഏലിയായുടെ ധൈര്യം തന്നെ, മോശയുടെ തീഷ്ണത തന്നെ, സോളമന്റെ ജ്ഞാനം തന്നെ, അബ്രാഹത്തിന്റെ വിശ്വാസം തന്നെ, പൂർവ്വ യൗസേപ്പിന്റെ ഹൃദയവിശുദ്ധി തന്നെ, യൗസേപ്പിതാവിന്റെ ഹൃദയ നൈർമല്യം തരണേ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പറയണം, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. മാനസാന്തര അനുഭവം, നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാരോട് പറയുകയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയുമ്പോൾ
അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു നോർമൽ കൊച്ചിന് പറയേണ്ടത് ഞങ്ങൾക്ക് 10 പ്രാവശ്യം പറയണം, നിങ്ങൾ 10 പറഞ്ഞാൽ ഞങ്ങൾക്ക് 100 പറയണമായിരുന്നു. പക്ഷേ അവർ കണ്ടു, അവർ കേട്ടു. നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു? ഇന്ന് ആ മകൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഫുൾ ടൈം ആരാധനയിലും പ്രാർത്ഥനയിലും ജപമാലയിലും വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കാൻ പറയേണ്ട. നമ്മളെ കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത്. ഒരമ്മ കുടുംബത്തിൽ അപ്പനെ ബഹുമാനിച്ചില്ലെങ്കിൽ, അപ്പൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ, നിങ്ങൾ നാളെ ഈ കുഞ്ഞിനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ കുഞ്ഞിനെ, കാരണം ഇന്ന് നമ്മുടെ അല്പം സ്വാർത്ഥതയും നമ്മുടെ അല്പം അഹങ്കാരവും കയ്യിലിരിക്കുന്ന നമ്മുടെ തണ്ടോ ബലമോ ശക്തിയോ സമയക്കുറവ് മൂലം, ഞാൻ പെട്ടെന്ന് ഫാസ്റ്റ് അടിക്ക് പറയുകയാണ്, ഒന്നും നമുക്ക് വില പോകില്ല കേട്ടോ. നമ്മൾ ഈ മക്കളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവര് എന്തുകൊണ്ട് ഈശോയെ കൊടുക്കാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും അമ്മമാരിന്ന് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ സാരമില്ല. ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. കഴിഞ്ഞ കാലത്തിന്റെ കുറവുകളെ പക്ഷെ പറയണം, ഈശോയെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം ഈ അത്ഭുതം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുവാൻ മാത്രം മതിയായവനാണ്. നിർമ്മല തിരുഹൃദയത്തെയും വിമല ഹൃദയത്തെയും സംരക്ഷിക്കുവാൻ ഒരു യൗസേപ്പിതാവിനെ ഫലമേൽപ്പിച്ചു. എങ്കിൽ ഈ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം നമ്മൾ പ്രത്യേകം ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ വിശുദ്ധിയിൽ പോകാൻ ഈ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ, ദൈവകുമാരൻ്റെ പഠിപ്പിച്ച ഈശോ ദൈവകുമാരനെ പഠിപ്പിച്ച്, പിന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥൻ, പിന്നെ എന്തൊക്കെയാ തിരുസഭയുടെ പാലകൻ, അങ്ങനെ യൗസേപ്പിതാവിനെ പറ്റി അറിയാമല്ലോ. ഇതെല്ലാം ഉള്ള യൗസേപ്പിതാവ് നമ്മുടെ മക്കളെയും പ്രായത്തിലും ജ്ഞാനത്തിലും വളർത്തുവാൻ യൗസേപ്പിതാവ് നമുക്ക് മതിയായവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, വചനത്തിൻ്റെ ശക്തിയിൽ കൂടുതൽ വീട്ടിൽ നടക്കുമ്പോഴേ എടുക്കുമ്പോഴേ വചനം പഠിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, മക്കളെ പഠിപ്പിക്കണം. നല്ല മാതൃക മാതാപിതാക്കന്മാരെ കുടുംബത്തിൽ കൊടുക്കണം. 5 വയസ്സും 8 വയസ്സും 10 വയസ്സും ആകുമ്പോൾ ധ്യാന കേന്ദ്രത്തിലേക്ക് അച്ഛാ ഒന്ന് കൈവച്ചെന്ന് പറഞ്ഞ് നടക്കില്ല കേട്ടോ. നിങ്ങൾ കുടുംബത്തിൽ നേരെ പറഞ്ഞില്ലേലും മാറി നിന്നെങ്കിലും അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലോകത്തിൽ പല സ്ഥലത്തും ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ കയ്യിൽ കട വളർന്നു പോയപ്പോൾ ഇവരെന്തെടുക്കുകയായിരുന്നു? നമ്മൾ പരിഹസിക്കപ്പെടുമേ. അതുകൊണ്ട് നമ്മുടെ മക്കളെ കുടുംബത്തിൽ തന്നെ ഈ പരിശീലനം കൊടുക്കണം. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ വാക്ക്, മാറ്റമില്ലാത്ത വാക്ക്, ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തമായ വാക്ക്, മത്തായി 17:5 പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് കേൾക്കുവിൻ. യോഹന്നാൻ 2:5 പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. യോഹന്നാൻ 6:68 ആദ്യത്തെ മാർപ്പാപ്പയും പറഞ്ഞു, നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ, ആരുടെ പക്കൽ പോകും?